ഓക്കെ അല്ലേ? ഞാനൊക്കെയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അല്ല, ഞാനൊരു കാര്യം ചെയ്യണ്ടേ? ഈ കല്യാണം ആലോചിച്ച് ഇത്രയും നാള് കഴിഞ്ഞിട്ടാണോ കൊച്ചിന് ഇതിപ്പോ എന്നോട് പറയണം തോന്നുന്നു? അതിന് ജുഗ്രു ഇപ്പോഴേ തിരിച്ചു വന്നേ. ജുഗ്രു അവന്റെ നിക്നെയിമോ ഞാനും അവനെ അങ്ങനെ വിളിക്കാം. എന്നാ പിന്നെ എന്റെ വീട്ടുകാരൊരു കല്യാണ ആലോചനയായിട്ട് വന്നപ്പം എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പോയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എസ് പറഞ്ഞതിന്. അത് പിന്നെ ജുഗ്രുവിന് വേറെ പെണ്ണ് സെറ്റ് ആയിട്ട് അവൻ ആ വഴിക്ക് പോയില്ലേ. ഞാൻ പിന്നെ എന്തിനാ വെറുതെ എന്റെ ലൈഫ് കളയുന്നത്? അതാ പിന്നെ ചേട്ടന്റെ പ്രപ്പോസൽ വന്നപ്പോ ഞാൻ യെസ് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ബ്രേക്കപ്പ് ആണുള്ള കാര്യം? അവൻ എന്റെ പിന്നാലെ നടന്ന് കുറേ ശല്യം ചെയ്തിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവൻ വേറെ പെണ്ണായിട്ട് സെറ്റ് ആയി. അതുകൊണ്ട് ഞാൻ ബ്രേക്കപ്പ് ആക്കി. ടിപ്പ് എന്ത് പറ്റി? ഇപ്പൊ അവനവളും ബ്രേക്കപ്പ് ആയി. ഇപ്പോഴേ അവന് ഞാനില്ലാതെ പറ്റില്ല എന്നാ പറയുന്നത്. തനിക്ക് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ എന്നെ അത്ര ഇഷ്ടമുള്ള കൊണ്ടായിരിക്കില്ലേ തിരിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പൊ ഞാനിത് കാണണ്ടേ ചേട്ടാ? കാണണം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അതെ, ചേട്ടൻ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ചേട്ടന് വീട്ടിലൊന്ന് പോയി പറയണം. ഈ കാര്യം പറയണ്ട. ചേട്ടന് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ വീട്ടിൽ പോയി പറയാം. എന്താണ് കൊച്ചു കൊച്ചിന്റെ മാട്രിമോണി പ്രൊഫൈൽ എഴുതിയിട്ടിരിക്കുന്നത്? ബ്രേവ് ലേഡി, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. കറക്റ്റാ. ശരി, ഇത് ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഉപദേശമാണെന്നൊന്നും വിചാരിക്കണ്ട. അതിന് മാത്രമുള്ളൊരു ബന്ധം നമ്മൾ തമ്മിലല്ലോ. ഈ ഒരാൾക്കൊരാളോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓൺ ഓഫ് ആയിട്ട് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റിലേഷൻഷിപ്പിലായി അത് വേണ്ടെന്ന് വെച്ച് വേറൊരെണ്ണത്തിൻ്റെ പുറകെ പോയി അത് ബ്രേക്കപ്പ് ആകുമ്പോൾ തിരിച്ചു വരാനുള്ളൊരു ഓപ്ഷനായിട്ട് ആരുടെയും ജീവിതത്തിൽ നിൽക്കുന്നത് ഒരു അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ശരിക്കുള്ള സ്നേഹമല്ലല്ലോ. ഈ ഒരാൾക്ക് ഒരാളോട് സാഹചര്യം അനുസരിച്ച് തോന്നേണ്ടതല്ലല്ലോ സ്നേഹം. ഏത് സാഹചര്യത്തിലും ഒരാൾക്ക് മറ്റൊരാൾ തന്നെ വേണം എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞ് ശരിയാക്കി തരാം. അപ്പോൾ താങ്ക്സ്. ഉള്ളതുള്ള പോലെ പറഞ്ഞല്ലോ. ശരിയാണ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.